ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമ്മൾ ഹെന്ന മിക്സോളജിയാണ് നോക്കുന്നത് കേട്ടോ. ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട മെത്തേഡാണിത്. തുടക്കക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ആദ്യമായി നമ്മൾ ഇന്ന് 50 ഗ്രാം ഹെന്ന പൗഡർ യൂസാക്കിയിട്ടുള്ള മിക്സിംഗ് ആണ് നോക്കുന്നത്. ഏത് ഹെന്ന പൗഡർ എടുത്താലും മതി, എന്നാലും കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനി ഹെന്ന പൗഡർ തന്നെയായിരിക്കും നല്ലത്. നല്ല സ്റ്റെയിൻ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ നല്ല പൗഡർ യൂസാക്കാൻ നോക്കുക. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഇത് യൂസാക്കാറില്ല. അതിന് ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ പൗഡറാണ് ഞാൻ മെയിനായിട്ട് യൂസാക്കുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും ഫൈനൽ പ്രോഡക്റ്റിലും ഉണ്ടായിരിക്കും. ഇത് 3 ഗ്രേഡഡ് ഫിൽറ്റേർഡ് പൗഡറാണ്. അതുകൊണ്ട് തന്നെ വേറെ ഫിൽറ്റർ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫൈൻ പൗഡർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. വേറെ പൗഡറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അരിപ്പിൽ വെച്ചൊന്ന് അരിച്ചെടുക്കും. ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇവിടെ 50 ഗ്രാം ഹെന്ന പൗഡർ വെയിറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് 50 ഗ്രാമിന് ആവശ്യമായിട്ട് വരുന്ന ഷുഗർ എന്ന് പറയുന്നത് 15 to 20 ഗ്രാം ആണ്. അതായത് ഞാനിവിടെ 18 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഷുഗർ എന്തിനാണ് ഹെന്നയിൽ മിക്സ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഹെന്നയുടെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഹെന്ന സ്റ്റിക്കി ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഷുഗർ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം 125 ml ആണ്. ഞാൻ ഒരു 150 ml വീതം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. നമ്മൾ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ഹെന്നയിൽ നിന്നും അത് നന്നായിട്ട് ഡൈ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇവിടെ ലാവൻഡർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരിക്കൽ ഞാൻ കൂർഗിൽ പോയപ്പോൾ മേടിച്ചതാണ്. അവിടെ നല്ല നാച്ചുറൽ പ്യുവർ പ്രോഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് മേടിച്ചത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. യൂക്കാലിപ്റ്റസ് ഓയിലുണ്ട്, ടീ ട്രീ ഓയിലുണ്ട്. ടീ ട്രീ ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്റ്റെയിൻ ഉണ്ടാവും, നല്ല ഡാർക്ക് സ്റ്റെയിൻ ഉണ്ടാവും. പക്ഷേ കുറച്ച് റേറ്റ് അതുപോലെ കൂടുതലായിരിക്കും. നമ്മൾ റെഗുലർലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് യൂക്കാലിപ്റ്റസ് ഓയിലാണ്. നമുക്ക് ഒരുവിധപ്പെട്ട സ്റ്റെയിനൊക്കെ ഈ ഒരു ഓയിലിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മൾ ഹെന്ന പൗഡറിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മെഷർ ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഓരോ ബ്രാൻഡിൻ്റെയും പൗഡറിൻ്റെ വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി വേറെ വേറെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ഇവിടെ 50 ഗ്രാം ഹെന്ന പൗഡറിന് 15 ml ഓയിലാണ് ആവശ്യമായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെഡിസിൻ്റെ മെഷറിംഗ് കപ്പ് കൊണ്ടാണ് മെഷർ ചെയ്ത് ഒഴിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. കട്ടകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ മിക്സിങ്ങിൽ അങ്ങ് പൊക്കോളും. ഇപ്പോൾ വലുതായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പൊട്ടറ്റോ മാഷ്ഡ് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. എന്നിട്ട് അവസാനമായി നമുക്ക് കുറച്ച് വെള്ളം കൂടി മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്താൽ ഡ്രൈ ആവാതെ ഇരിക്കാൻ നല്ലതായിരിക്കും. എന്നിട്ടൊരു പ്ലാസ്റ്റിക് ഫോയിൽ എടുത്ത് നന്നായി റാപ്പ് ചെയ്ത് കൊടുക്കണം. ഡൈ റിലീസ് ആവാൻ വേണ്ടി കുറഞ്ഞത് 6 മണിക്കൂറോ 12 മണിക്കൂറോ വെക്കുക. അല്ലെങ്കിൽ 24 hour, ഒരു ദിവസം മുഴുവൻ വെക്കുക. അങ്ങനെ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ അതിൽ നിന്നും നന്നായിട്ട് ഡൈ റിലീസ് ആവും. ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. 24 hour വെച്ച ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ഡൈ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രീനിഷ് കളർ മാറി ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. കുറച്ച് കട്ടിനെസ് കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ആഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കണം. എന്തെങ്കിലും കട്ടകളോ ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പൊക്കോളും. നിങ്ങളുടെ കയ്യിൽ വിസ്കോ, ബീറ്ററോ ഫുഡ് പ്രോസസ്സറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ സ്പൂണോ സ്പാച്ചുലയോ തന്നെ മതിയാവും. സ്പാച്ചുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്നും വേസ്റ്റ് ആവാതെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ട് വടിച്ചെടുക്കാൻ പറ്റും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എത്ര മിക്സ് ചെയ്താലും മതി വരില്ല. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനേ തോന്നും. ചെയ്യുന്നവർക്കറിയായിരിക്കുമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്റ്റോക്സ് ഇറക്കി വെക്കുക. നമ്മൾ എത്രയൊക്കെ മിക്സ് ചെയ്തെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഫൈൻ ഗ്രേഡഡ് പൗഡറാണ് യൂസ് ആക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു 10% ലെംസ് അതിൽ ഉറപ്പായും ഉണ്ടായിരിക്കും. അത് അവോയ്ഡ് ആക്കാൻ ആണ് നമ്മൾ സ്റ്റോക്കിങ്സ് യൂസ് ആക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ സൈസിലുള്ള പൈപ്പിംഗ് ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒന്നിൽ തികയത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ നോക്കണം. അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ സ്പാച്ചുല വെച്ച് കോരി ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, ഒഴിച്ചു കൊടുത്താൽ മതി. ഫില്ലിംഗ് കഴിഞ്ഞ് സ്റ്റോക്കിങ്സിൻ്റെയും പൈപ്പിംഗ് ബാഗിൻ്റെയും എഡ്ജസ് രണ്ടും ഒരുമിച്ച് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും സ്റ്റോക്കിങ്സിൻ്റെ എൻഡ് മാത്രം നല്ല ശക്തിയിൽ പുറത്തോട്ട് വലിക്കണം. അത്രയും ശക്തി കൊടുക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ടഫാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, പൈപ്പിംഗ് ബാഗിനകത്ത് ഒരുപാട് എയർ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ സ്റ്റോക്കിങ്സ് വലിക്കുന്ന ശക്തിയിൽ പൈപ്പിംഗ് ബാഗിനകത്ത് എയർ പ്രഷർ കൊണ്ട് പൈപ്പിംഗ് ബാഗ് പൊട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നല്ല രീതിയിൽ സ്റ്റോക്കിങ്സ് വലിച്ചെടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഒരു ക്ലിപ്പ് കൊണ്ട് സീൽ ചെയ്യുക. സ്റ്റോക്കിങ്സിനകത്തെ ലംസ് കണ്ടോ? ഇതാ പറഞ്ഞത്, എത്ര നല്ല പൗഡർ ആണെങ്കിലും എത്ര മിക്സ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല.
രണ്ടാമത്തെ പാർട്ടും ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ടുണ്ട്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺ എടുക്കുക. കോൺ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ വേറെ വീഡിയോ ആയിട്ടിടാം. ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോണിലേക്ക് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത് ഒരു 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്യുക. ഒരുപാട് ഫില്ലാക്കരുത്. ഞാൻ ഫില്ല് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇത്രയും വേണ്ട, കുറച്ച് മതി. അതുമല്ല, നമ്മൾ കോണിൽ മെഹന്തി ഫില്ല് ചെയ്യുമ്പോൾ ഒരേ പ്രഷറിൽ ഒരേ സ്പീഡിൽ ഫില്ല് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എയർ ബബിൾ അതിനകത്ത് കുടുങ്ങിയിട്ട് നമുക്ക് പ്രോപ്പറായി മെഹന്തി ഇടാൻ പറ്റില്ല. ഫ്ലുവൻസി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇടുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നതായും കാണാം. കോൺ സീൽ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഹെന്ന കോണിൽ നിന്നും ഹെന്ന പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന്. ഞാൻ ഫില്ല് ചെയ്തത് അല്പം കൂടിപ്പോയത് കൊണ്ടാണ് മുകളിൽ നിന്നും കുറച്ച് പൊന്തി വെളിയിലേക്ക് വന്നത്. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഒരു ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷം കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ടിപ്പിൽ ടേപ്പ് മാറ്റി ഒന്നുകൂടെ ഒന്ന് വരച്ചു നോക്കിയിട്ടുണ്ട്. അതേ മെഹന്തി ഞാൻ അന്നത്തെ ദിവസം യൂസാക്കി നോക്കിയിട്ടുണ്ട്. നൈറ്റ് ഇട്ട് കിടന്ന് പിറ്റേ ദിവസം മാറ്റിയതും ഓയിലിട്ട ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇത് വെള്ളം തൊടാതെ കുറച്ച് നേരം കൂടി വെച്ചിരുന്നാൽ നല്ലപോലെ സ്റ്റെയിൻ ആവും. എനിക്ക് അതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.